കൂത്താട്ടുകുളം നഗരസഭാ കൌൺസിലറെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ കത്തിക്കയറി നിയമസഭ. ക്ഷുഭിതനായ പ്രതിപക്ഷ നേതാവ് പേപ്പറുകൾ മേശപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അത്യന്തം നാടകീയ രംഗങ്ങൾക്ക് സഭാതലം സാക്ഷ്യം വഹിച്ചു. പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്തതുപോലെ ഭരണപക്ഷം അഭിനവ ദുശാസനന്മാരായി മാറിയെന്ന് പ്രതിപക്ഷ നേതാവ്. കൌൺസിലർ കലാരാജുവിനെ തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രി UDF-നൊപ്പം ചേർന്ന് കാലുമാറാനുള്ള നീക്കം നടത്തിയെന്നും ആരോപിച്ചു. കൂത്താട്ടുകുളത്തെ തട്ടിക്കൊണ്ടുപോകലിൽ നിയമസഭയും നാടകീയ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. അതിരൂക്ഷമായ വാക്കേറ്റവും വാദപ്രതിവാദങ്ങളും അരങ്ങേറി. പട്ടാപ്പകൽ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയി വസ്ത്രാക്ഷേപം ചെയ്യുന്ന നാട്ടിൽ എന്ത് സുരക്ഷയാണുള്ളതെന്ന് പ്രതിപക്ഷം. സെലിബ്രിറ്റിയുടെ കാര്യത്തിൽ ശരവേഗത്തിലുണ്ടായ നടപടി എല്ലാവർക്കും വേണമെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് അനൂപ് ജേക്കബ് പറഞ്ഞു. കൗരവസഭയിൽ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്ത ദുശാസനനെ പോലെ അഭിനവ ദുശാസനന്മാരായി ഭരണപക്ഷത്തെ ചരിത്രം വിലയിരുത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് ആഞ്ഞടിച്ചു. ഇത് കൗരവസഭയിൽ പണ്ടുണ്ടായപ്പോൾ അന്ന് ദുശാസനന്മാരായിരുന്നു. ഇന്ന് ഈ കാര്യം സംസാരിക്കുമ്പോൾ, നിങ്ങൾ ബഹളമുണ്ടാക്കുമ്പോൾ നിങ്ങൾ ചരിത്രത്തിൽ അഭിനവ ദുശാസന്മാരായി മാറും എന്ന് മറക്കണ്ട. CPM നേതാക്കളും പോലീസും കൂട്ടുനിന്നാണ് കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയതെന്നും യഥാർത്ഥ പ്രതികളല്ല അറസ്റ്റിലായതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഭരണപക്ഷ നിരയിൽ നിന്ന് ബഹളമുണ്ടായതോടെ പ്രസംഗം തടസ്സപ്പെട്ടപ്പോൾ പ്രതിപക്ഷ നേതാവ് ക്ഷുഭിതനായി പൊട്ടിത്തെറിച്ചു. കയ്യിലിരുന്ന പേപ്പറുകൾ മേശപ്പുറത്ത് വലിച്ചെറിഞ്ഞു. നിങ്ങൾ പ്രകോപിതനാവില്ല. അങ്ങ് ഒരു സീനിയർ പൊളിറ്റീഷ്യനാണ്, അങ്ങ് വളരെ സീനിയറാണ്. എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്? ബഹളത്തിന് സ്പീക്കർ കൂട്ടുനിൽക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഇതോടെ ഇരുവരും നേർക്കുനേർ വന്നു. അങ്ങനെ എല്ലാ ആളുകളും ഇരുത്തിക്കാൻ കഴിയുന്ന കാര്യമൊന്നുമല്ല. അങ്ങ് സംസാരിക്കുക. അങ്ങക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് അങ്ങനെ പറഞ്ഞു. അതെ, അങ്ങ് കേൾക്കുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? നിയന്ത്രിക്കാൻ പറ്റില്ല. അങ്ങ് സംസാരിക്കുക. കൂട്ടുനിൽക്കാണ്. അങ്ങനെ ഒന്നും ആരോപണം ഉന്നയിക്കണ്ട. അങ്ങ് അത്തരത്തിൽ ആരോപണങ്ങളൊന്നും അത്തരത്തിലൊരു ആരോപണമൊന്നും ചേർന്നതിൽ ഉന്നയിക്കുന്ന രീതി ശരിയല്ല. മുഖ്യമന്ത്രി ഇടപെട്ട് സംസാരിക്കുകയും ചെയ്തു. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി ബഹളമുണ്ടാക്കി. ഇതിനിടെ കലാരാജുവിനെ തള്ളിപ്പറയാനും മുഖ്യമന്ത്രി മറന്നില്ല. ഇവിടെ മറ്റു തരത്തിലുള്ള പ്രലോഭനങ്ങളുടെ ഭാഗമായി സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തി. സ്വാധീനിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ആ സ്വാധീനിക്കപ്പെട്ട വ്യക്തി ആ സ്ഥാനത്തിരുന്നു കൊണ്ടാണോ അപ്പുറത്ത് ചെല്ലേണ്ടത്? സാധാരണഗതിയിൽ ആ സ്ഥാനം രാജിവെക്കണ്ടേ? സ്ഥാനം രാജിവെച്ചു പോകണ്ടേ? കൂത്താട്ടുകുളം സംഭവത്തിൽ അക്രമം നടത്തിയവരെ അറസ്റ്റ് ചെയ്തുവെന്നും സ്ഥിതി ശാന്തമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.